നാഷണൽ ദന്തിസ്റ്റ് ദിനമായിരുന്നു ഇന്നലെ. ദന്താരോഗ്യത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്നതായിരുന്നു ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. എന്തെല്ലാം ദന്തരോഗങ്ങളാണുള്ളത്, ഇതിൻ്റെ ചികിത്സകൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് കോൾ സെൻറ്റർ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് മുക്കം KMCT ഹോസ്പിറ്റലിലെ പെരിയോഡോട്ടിക്സ് വിഭാഗം തലവനായ ഡോക്ടർ ഹരീഷ് കുമാർ VV ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കാം. കാരണം പല്ല് നമ്മളുടേതാണ്, അതിന് വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഡോക്ടർ കോൾ സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് നൽകേണ്ട പ്രാധാന്യം വളരെയേറെ വലുതാണ്. എന്താണ് ഈ ദന്തരോഗം എന്ന് പറയുന്നത്? ദന്തരോഗം, ദന്തക്ഷയം അല്ലെങ്കിൽ മോണരോഗം, ഇങ്ങനെ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് ദന്തരോഗത്തിന് ഡിവൈഡ് ചെയ്യാം. ദന്തക്ഷയം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ വരുന്ന പോടുകൾ, ഡെൻ്റൽ കേരീസ്. മോണരോഗം പല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന മോണയിൽ വരുന്ന രോഗങ്ങൾ. ഇത് രണ്ടും രണ്ടാണ്. ദന്തക്ഷയം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മുകളിൽ വരുന്ന പോടുകൾ, പൊത്തുകൾ, അതുമൂലം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് വലിയ കുഴികളായി മാറി ഭക്ഷണം കയറിയിരിക്കുന്ന പോലെ പിന്നെ പുളിപ്പ് വരും. അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും അതിന് വേദന വരും. അപ്പം ജനങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ദന്തരോഗം എന്ത് തന്നെയായാലും എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ല് ചെക്ക് ചെയ്യണം. ബേസിക് ഡെൻ്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ റിവ്യൂ വൺസ് ഇൻ 6 months. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. ഇപ്പോൾ ജനറൽ പബ്ലിക്കിനോട് ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡെൻ്റൽ കോളേജുകളുണ്ട്, അവിടെ പോയി ചെയ്യുക. ഓരോ സ്ഥലത്തും അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെ വിദഗ്ധമായ രീതിയിൽ ആ ചികിത്സകൾ നൽകും. പക്ഷേ 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ ചികിത്സകൻ്റെ അടുത്ത് പോയി ദന്തരോഗ ചെക്കപ്പ് നടത്തിയാൽ, എക്സാമിനേഷൻ നടത്തിയാൽ അതുകൊണ്ട് സമയവും പണവും കുറേയധികം ലാഭിക്കാൻ പറ്റും. കാരണം ഇതിലെ വലിയൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദന്തരോഗങ്ങൾ ചിലവേറിയതാണ്, അതിൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത്രയും പൈസയൊക്കെ ചിലവായി എന്ന് ഒരു പ്രചരണം വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ആൾ അത് സമയാസമയത്ത് ദന്തരോഗ ചികിത്സ നടത്താത്തത് കൊണ്ടും ആ ദന്തരോഗ പരിശോധന അല്ലെങ്കിൽ ഡെൻ്റൽ എക്സാമിനേഷൻ 6 മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ദന്തരോഗങ്ങൾ ഇന്ന സാധനം, മോണരോഗമുണ്ടോ, ദന്തക്ഷയം, പല്ലിന് ഓട്ടയുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. സിമ്പിളായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഇൻട്രാവറൽ ക്യാമറയുണ്ട് ക്ലിനിക്കിൽ. ആ ക്യാമറയിൽ നമുക്ക് ക്ലിനിക്കിലുള്ള മോണിറ്ററിൽ കറക്റ്റായിട്ട് ആ രോഗിക്കും അവരെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് മറച്ചു വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം അവർക്ക് സംഗതികൾ മനസ്സിലായാൽ അവർ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ 5 രൂപയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ അത് വെച്ചുകൊണ്ടിരുന്നത് 5-6 മാസം, 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ 5000 രൂപയുടെ ട്രീറ്റ്മെൻറ്റിലെത്തും. അപ്പം എനിക്ക് 5000 രൂപ ചിലവായി എന്ന് അന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെ ഡോക്ടർ, നമുക്ക് ഇതിലേക്ക് തിരികെ വരാം.